ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് അല്പസമയം ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ പകൽക്കാലത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വചനം 2 Corinthians chapter 5 verse 9. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. താങ്ക് യു. ഇന്ന് വചനം സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് അവർ എയിം ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? പ്രസാദിപ്പിച്ചാലുള്ള അനുഗ്രഹം എന്താണ്? കുഞ്ഞുങ്ങളടക്കം എല്ലാവരും വളരെ ശ്രദ്ധയോടെ ദൈവസ്ഥലിൽ ഇരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുക. നമ്മളൊരു അന്ത്യകാലത്തേക്ക് എത്തപ്പെട്ടിരിക്കുക. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുക. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ സേവിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഓരോ ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിൽ ഒന്നിലല്ലെങ്കിൽ വേറൊരു വിഷയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. കഷ്ടങ്ങളാണ്, ചിലപ്പോൾ പ്രശ്നങ്ങളാകാം, ചിലപ്പോൾ പലവിധ സാമ്പത്തിക ഞെരുക്കങ്ങളാകാം, മാനസിക ക്ലേശങ്ങളാകാം. ദൈവത്തെ സേവിച്ചിട്ടും ദൈവത്തെ ആരാധിച്ചിട്ടും ദൈവത്തെ പിൻപറ്റിയിട്ടും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ കുറഞ്ഞു പോകാറുണ്ട്. ചില ചോദ്യങ്ങൾ ഹൃദയത്തിലേക്ക് വരാറുണ്ട്. ദൈവത്തെ സേവിച്ചിട്ടും എന്താ പ്രശ്നങ്ങൾ, എന്താ പ്രതികൂലങ്ങൾ? ഇന്ന് പകൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ, എന്നെയും കൂടെ ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഏത് സാഹചര്യത്തിലും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്ന് പൗലോസ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറയുമ്പോൾ പൗലോസിൻ്റെ ജീവിത പശ്ചാത്തലത്തിലേക്ക് നോക്കിയിട്ട് വേണം നമുക്ക് ഈ വാക്യത്തെ ഏറ്റെടുക്കാൻ. നമ്മൾ നോക്കുമ്പോൾ പ്രതിസന്ധികളുണ്ട്, നമ്മൾ നോക്കുമ്പോൾ മുന്നോട്ട് പോകുവാൻ തടസ്സങ്ങളുണ്ട്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യവും വാഗ്ദത്തവും തമ്മിൽ പൊരുത്തപ്പെടാതെ പോവുകയും ചെയ്യുന്നുണ്ട്. എന്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദ്യചിഹ്നമായി നമ്മൾ പലരും അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ സാഹചര്യങ്ങളും സാധ്യതകളും നമുക്ക് പ്രതികൂലമാണെങ്കിലും ദൈവത്തെ പിൻപറ്റുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്കിടയായാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കിടയായി തീരട്ടെ. പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, പൗലോസാണല്ലോ ഈ ലേഖനം എഴുതിയത്. പൗലോസ് പറയുന്ന പദം കണ്ടോ? ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ. 9-ാമത്തെ വാക്യം, therefore we also have our ambition whether home or absent to be pleasing to him. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുക. സുഖസന്തോഷമായ സാഹചര്യത്തിലല്ല പൗലോസ് ഈ പദം പറയുന്നത്. എല്ലാ കാര്യങ്ങളും അനുകൂലമായി സന്തോഷമായി പോകുമ്പോൾ ദൈവത്തെ സേവിക്കാം എന്നല്ല പൗലോസ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ മേൽ ഭീഷണിയും കുലയും നടത്താൻ വന്ന വ്യക്തിയാണ് ശൗൽ എന്ന് പറയുന്നത്. 9-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ശിഷ്യന്മാരെ ഉപദ്രവിക്കാനുള്ള അധികാരപത്രവുമായിട്ട് വന്ന വ്യക്തിയാണ് ശൗൽ എന്ന് പറയുന്നത്. എന്നാൽ അതേ അധ്യായത്തിൻ്റെ 3 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നു. പൗലോസ് ദൈവകൽപ്പന അനുസരിക്കുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്നു. 22-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കുന്നു. 28-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുവാൻ തുടങ്ങി. ഓർക്കണം, ദൈവമക്കളെയും ദൈവസഭയെയും നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ
പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ ആൾ മാറി ആർക്കെതിരെ വന്നോ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ പൗലോസ് രൂപാന്തരം വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നു മുതൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പൗലോസ് തയ്യാറായോ അന്നു മുതൽ പ്രശ്നങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ ഉടലെടുക്കുക. അധികാരത്തിന്റെ മേൽ അധികാരപത്രം വാങ്ങി സ്വന്തം ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ തയ്യാറായ പൗലോസിന്റെ ജീവിതത്തിൽ ദൈവത്തെ പിൻപറ്റാൻ തുടങ്ങിയപ്പോൾ അന്നുവരെയുമില്ലാത്ത പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. 23-29 വാക്യം വായിക്കുമ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിക്കുന്നു. അതിനായി അവർ പ്ലാൻ തയ്യാറാക്കുന്നു. എന്നിട്ടും അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശത്രുക്കൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും പൗലോസ് തൻ്റെ വേല നിർത്താൻ ആഗ്രഹിക്കാതെ തൻ്റെ മിഷണറി യാത്ര ആരംഭിക്കാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ പല സ്ഥലങ്ങളിൽ പൗലോസ് യാത്ര ചെയ്യുന്നു. തൽഫലമായി യഹൂദന്മാരുടെ എതിർപ്പുകൾ പൗലോസിന് ഉണ്ടാകുന്നു. 13-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ പൗലോസിനെ അവർ എതിർക്കുന്നു, പൗലോസിനെതിരെ സംസാരിക്കുന്നു. 50-ാമത്തെ വാക്യത്തിൽ പൗലോസിനെതിരെ ഉപദ്രവം ഉണ്ടാകുന്നു. 14-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പൗലോസിനെ കല്ലെറിയുന്നു. തീർന്നില്ല. കർത്താവിന്റെ വേല ചെയ്ത നിമിത്തമായി, കർത്താവിന്റെ നാമത്തെ ഉയർത്തിയ നിമിത്തമായി 16-ാം അധ്യായത്തിൽ വരുമ്പോൾ ചന്തസ്ഥലത്ത് പ്രമാണിയുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. 22-ാമത്തെ വാക്യത്തിൽ വസ്ത്രമൂരി കോൽ കൊണ്ട് അവനെ അടിക്കുന്നു. അടിച്ച ശേഷം കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. എന്നിട്ടും 18-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് കർത്താവിന്റെ വേലയ്ക്കായി കൊരിന്തിലേക്ക് പോകുന്നു. പൗലോസിന്റെ പ്രതിസന്ധികൾ നിങ്ങൾ ഓർക്കണം. ഒന്ന് മനസ്സിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞത്. നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ദൈവത്തോട് നമ്മൾ അകലുമ്പോൾ, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടും കർത്താവിന്റെ വേലയിൽ നിന്ന് പിന്തിരിയാൻ മനസ്സില്ലാത്ത പൗലോസിന്റെ ജീവിതം എനിക്ക് നിങ്ങൾക്കൊരു മാതൃകയാകണം. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെയും പൗലോസിനെ എതിർക്കുകയും ദുഷിക്കുകയും ചെയ്യുക. സുവിശേഷ നിമിത്തം എതിർപ്പുകളും ശാരീരിക പീഡകളും ഉണ്ടാകുന്നുവെങ്കിലും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ തയ്യാറാകുന്ന പൗലോസ് പറയുന്ന ഒരു പദം നിങ്ങൾ വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 21:13, ആക്ട്സ് 21:13. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞെൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കരുത്. കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, കണ്ടോ, പ്രതിസന്ധിയാണെങ്കിൽ ഞാൻ ഒളിച്ചോടാമെന്നല്ല പറയുന്നത്. ദൈവത്തെ സേവിച്ചിട്ട് പ്രശ്നമാണെങ്കിൽ പള്ളിയിലേക്ക് പോകാമെന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? കർത്താവിന് വേണ്ടി മരിക്കുവാനും ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, ഉപദ്രവം സഹിക്കാൻ മാത്രമല്ല, മറിച്ച് കർത്താവിന് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറാകുന്നു എന്ന് പൗലോസ് തൻ്റെ മക്കളോട് പറയുക, വിശ്വാസികളോട് പറയുകയാണ്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 8-10 വാക്യം. വേറൊരാൾ 2 Corinthians chapter 4 verse 8-10. വേറൊരാൾ 6 chapter 5 verse. ആരംഭ സമയത്ത് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പൗലോസിനെ തൊട്ടപ്പോൾ പൗലോസ് രൂപാന്തരം വന്നു. രൂപാന്തരം വന്ന പൗലോസ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു. ആ കൽപ്പന സ്നാനത്തിലൂടെ കർത്താവുമായി ചേർന്നു. എന്നിട്ട് പറയുകയാണ്,
ഞങ്ങൾ സകല വിധത്തിലും കഷ്ടമനുഭവിക്കുന്നു, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു, ഉപദ്രവം അനുഭവിക്കുന്നു, ഞങ്ങൾ വീണ് കിടക്കുന്നു. എന്നാലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിരാശപ്പെടുന്നില്ല. കാരണം യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. നമ്മുടെ ക്രിസ്ത്യ ജീവിതമായി ഒന്ന് തുലനം ചെയ്ത ദൈവമക്കളെ, നമ്മൾക്ക് മുമ്പേ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിത്തിരിച്ച ദൈവഭൃത്യന്മാരുടെ ജീവിത അനുഭവങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കാരണമായി തീരട്ടെ. 6-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി മുതലായ കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എന്തിനു വേണ്ടിയാ? കർത്താവിൻ്റെ നാമനിമിത്തം, കർത്താവിനെ സേവിച്ചത് നിമിത്തം, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തത് നിമിത്തം പൗലോസ് പറയുകയാണ്, എനിക്ക് സംഭവിച്ചത് സുഖത്തിൻ്റെ ജീവിതമല്ല, മറിച്ച് എനിക്ക് സംഭവിച്ചത്, എനിക്ക് ലഭിച്ചത് മുഴുവനും പ്രശ്നങ്ങളാ, പ്രതികൂലങ്ങളാണ്. 11-ാം അധ്യായത്തിന് 23 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. 11-ാം അധ്യായം 2 Corinthians chapter 11 and 23 to 28. ചേച്ചി 2 Corinthians 11 വേഴ്സ് 23 മുതലാണോ? ഓക്കെ, വായിച്ചോ. ഓക്കെ. ആ, പൗലോസിന്റെ ജീവിത അനുഭവമാണ് കേട്ടോ. ആ, വായിച്ചോ. കണ്ടോ പൗലോസിന്റെ ചിന്ത? കണ്ടോ? നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ പോകുക, അതിൻ്റെ നടുവിൽ വേണ്ടെന്നല്ല പറയുന്നത്, താൻ സ്ഥാപിച്ചെടുത്ത സഭയുടെ ആത്മീയ ഉന്നമനത്തെ പറ്റിയുള്ള ഒരു ലക്ഷ്യബോധം. 28-ാമത്തെ വാക്യം കണ്ടോ? എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ ഞാൻ നിമിത്തം രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ പറ്റിയുള്ള വെമ്പൽ, അവരെങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്നു, അവരെങ്ങനെ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധി നടുവിൽ അവരെ കർത്താവെ കരം പിടിച്ച് നടത്തണമേ എന്നുള്ള ചിന്താ ഭാരവും പ്രാർത്ഥനയും പൗലോസിന്റെ ജീവിതത്തിൽ. ജീവിതത്തിൽ കടന്നു വന്ന വിഷയങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാനടക്കം കാണുന്നുണ്ടോ? നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മളങ്ങ് വാടി, ഞാനടക്കം വാടുകയാ, ഞാനടക്കം ക്ഷീണിക്കുകയാ. പക്ഷേ പൗലോസ് ഇംഗ്ലീഷ് മെസ്സേജിൽ കേട്ടതുപോലെ സാക്ഷികളുടെ വലിയ സമൂഹം നിൽക്കുകയാ. അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓർത്തേ, എൻ്റെ ക്രിസ്ത്യ ജീവിതം എങ്ങനാ, എൻ്റെ ക്രിസ്ത്യ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പൗലോസ് ഓരോ പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും അത് ദൈവത്തോട് അടുക്കാൻ കാരണമാക്കി തീർക്കുക. ഓരോ വിഷയങ്ങൾ കടന്നു വരുന്നതും ദൈവത്തോട് അവൻ്റെ വേല തികയ്ക്കാനുള്ള ഉത്തരവാദിത്വം അവനെ അധികമായി പ്രേരിപ്പിക്കുക. ദൈവത്തോടുള്ള സ്നേഹം അധികമായി പൗലോസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ പ്രതിസന്ധിയുടെ എല്ലാം നടുവിൽ പൗലോസ് ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എപ്പോഴെല്ലാം പ്രതിസന്ധികൾ കൂടുന്നുവോ അപ്പോഴെല്ലാം ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലൊരു കാര്യം ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ ദൂത് വിളിച്ചറിയിക്കാം, എന്നോടടക്കം. പ്രതിസന്ധി കൂടുമ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ
ദൈവ ശബ്ദം കേൾക്കാൻ നമുക്കിടയായി തീരും. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ കൊരിന്ത്യ സഭയിലേക്ക്, കൊരിന്ത്യ പട്ടണത്തിലേക്ക് സഭ സ്ഥാപിക്കാൻ വേണ്ടി പൗലോസ് യാത്ര ചെയ്തോടെ വന്നപ്പോൾ എതിർപ്പുകൾ, പ്രതിസന്ധികൾ, അപമാനങ്ങൾ, ഉപദ്രവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും പൗലോസ് കേട്ടത് മടങ്ങിപ്പോകാനുള്ള ശബ്ദമല്ല, മറിച്ച് വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ ഇമ്പമേറിയ ശബ്ദം അവിടെ കേൾക്കുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവിടെ വാക്യം നിങ്ങൾ കണ്ടോ? ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകലും ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന, ദൈവത്തെ പരമാർത്ഥമായി സേവിച്ചിട്ടും ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ആഞ്ഞടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന വാത്സല്യ ദൈവമക്കളെ, വാത്സല്യ കുടുംബമേ, നമ്മളോട് പറയുന്നത് അതിൻ്റെ നടുവിൽ ദൈവ ശബ്ദം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കടന്നു പോകുന്ന സാഹചര്യം എന്തോ തന്നെ ആയിക്കോട്ടെ, പ്രയാസങ്ങൾ വർദ്ധിക്കുമ്പോൾ കേൾക്കുന്നത് ഭയപ്പെടേണ്ട. നാം കൊരിന്ത്യ സഭയിലേക്ക്, കൊരിന്ത്യ ദേശത്തേക്ക് വന്നപ്പോൾ സുവിശേഷം പറഞ്ഞ നിമിത്തമായി യഹൂദന്മാരാൽ ആ ഉപദ്രവം സഹിക്കേണ്ടി വന്നത്, സ്വന്തക്കാരാൽ തള്ളപ്പെടേണ്ടി വന്നത്. അവിടെ ദൂതിനെ കൈമാറ്റം ചെയ്യാം. ദൈവത്തെ സേവിച്ച നിമിത്തം, ദൈവത്തെ ആരാധിക്കുന്ന നിമിത്തം നിന്റെ സ്വന്തക്കാരിൽ നിന്നും നീ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുവെങ്കിൽ, സ്വന്തക്കാരിൽ നിന്നും വേദനാജനകമായ സാഹചര്യത്തിലൂടെ പോകുന്നുവെങ്കിൽ, സ്വന്തക്കാർ നിനക്കെതിരാണെങ്കിലും ഇന്നൊരു കാര്യം ഉറപ്പിച്ചോണം, എന്നെ വിളിച്ച ദൈവം എൻ്റെ കൂടെയുണ്ട്. അവൻ പറയുന്നു നീ ഭയപ്പെടേണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്വന്തക്കാരാൽ അവഗണിക്കപ്പെടുന്നു. ഇനി അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മിഷണറി യാത്രയിൽ മുന്നോട്ട് പോകുകയാണ്. പോകും തോറും പ്രതിസന്ധി ഒന്നിനു പുറകെ ഒന്നായി വർദ്ധിക്കുക. നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് പൗലോസും. 12 ലേഖനങ്ങൾ എഴുതിയ വ്യക്തിയാ. ഇന്നും ജനത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ഉപയോഗപ്രദമാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം എന്ന് പറയുന്നതും തിരുവചനമാണ്. ഈ തിരുവചനത്തിൽ കാതലായ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ രേഖപ്പെടുത്തിയ പൗലോസ് ഒരു നിമിഷത്തിൽ പകച്ചുപോയി. 27-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെ നിസ്സഹായമായ സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മുന്നോട്ട് പോകുമെന്നുള്ള ആശ പോലും, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും, കാരണം 14 ദിവസമായിട്ട് പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. രാവേതാ പകലേതാ തിരിച്ചറിയാതെ, എന്തു ചെയ്യണമെന്ന് അറിയാതെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയ സ്ഥാനത്ത് മാനുഷ്യമായ നിലയിൽ പൗലോസ് പറയുന്നു, എൻ്റെ ആശ അറ്റുപോയി എന്ന് തോന്നി. പക്ഷേ ആശ അറ്റുപോയി എന്ന് തോന്നിയ സമയത്ത്, ആരും പൗലോസിനെ അറിയാതെ ഇരിക്കുന്ന സമയത്ത്, പൗലോസ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വാകുലപ്പെട്ട് മറ്റുള്ളവർ നിൽക്കുമ്പോൾ, മുന്നോട്ടൊരു വഴിയില്ല, മരണം മാത്രമേ ഉള്ളൂവെന്ന് സഹയാത്രിക ചിന്തിച്ച സമയത്ത് പൗലോസ് ദൈവ ശബ്ദം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധിയ നടുവിലാ ദൈവശബ്ദം കേൾക്കുന്നത്. പ്രതികൂലത്തിന്റെ നടുവിലാ ദൈവശബ്ദം കേൾക്കുന്നത്. മനുഷ്യ വാക്കുകൾ വേദന തരുന്നതാ. സ്വന്തക്കാരുടെ വാക്കുകൾ ചിലപ്പോൾ നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും. ഇന്ന് പകൽ എപ്പോൾ ആശ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നുവോ, നമ്മൾ മനുഷ്യരാ. പലപ്പോഴും ഞാനും നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ടടുത്ത സ്റ്റെപ്പ് വെക്കും. എത്രയോ ചോദിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ പിന്നിട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കിക്കേ, ആ വഴികളിൽ കൈവിടാത്തവൻ കൂടെ ഇരുന്നത് കൊണ്ടാ ഇന്ന് പകലും നാം ഇവിടെ ഇരിക്കുന്നെന്നുള്ള കാര്യം മറന്നു പോകല്ലേ ദൈവമക്കളെ.
മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ, ആശ അറ്റുപോയ സാഹചര്യത്തിൽ പൗലോസ് കേൾക്കുന്നത് ആ വാക്യം വായിച്ച് 28-ാമത്തെ വാക്യം വായിച്ചേ. പൗലോസേ ഭയപ്പെടരുത്. എന്താ? ഒറ്റക്കാര്യം ഓർത്താ മതി. പൗലോസിനുള്ള വാഗ്ദത്തമാ. പൗലോസിനുള്ള വാഗ്ദത്തോട് ഓർപ്പിക്കുക, നീ കൈസർ മുമ്പിൽ നിൽക്കേണ്ടതാ എന്ന് പറഞ്ഞാൽ ഈ പെരുവെള്ളത്തിൽ നീ മുങ്ങിത്തീരാനുള്ളതല്ല. ഈ വിഷയത്തിൽ നീ അസ്തമിക്കാനുള്ളതല്ല. ഈ സാഹചര്യത്തിൽ നിന്നെ എല്ലാം തകർന്നു പോകാനുള്ളതല്ല. ഇന്ന് പകൽ എവിടെയോ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്, കടന്നു പോകുന്ന സാഹചര്യം നിരാശപ്പെടുത്തുന്നതാകാം, കടന്നു പോകുന്ന സാഹചര്യം ഒരുപക്ഷെ അസ്തമിക്കും തോന്നുന്നതാകാം, കടന്നു പോകുന്ന സാഹചര്യം എന്ത് എന്നുള്ള ചോദ്യചിഹ്നമായിരിക്കാം. പക്ഷെ ഓർക്കണം, ദൈവ വാഗ്ദത്തം ഓർക്കണം, ഇവിടെ തകരാനല്ല, നീ കൈസരിൽ ചെല്ലാനുള്ളവനാണ്. വാഗ്ദത്തം ഓർപ്പിക്കുകയാണ് പൗലോസ്. ദൂതൻ ഇറങ്ങി ഓർപ്പിക്കുകയാണ് പൗലോസിനെ, ഈ സാഹചര്യത്തിൽ നീ തകരത്തില്ല. സാഹചര്യം ചിലപ്പോൾ നിനക്ക് പ്രതികൂലമാ. ഡോക്ടറോട് നോക്കിയിട്ട്, ഡോക്ടറോട് ചോദിച്ചിട്ട് രോഗത്തിന് മരുന്ന് കാണുന്നില്ല. കടന്നു പോകുന്ന വിഷയത്തിന്മേൽ ആലോചിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ല. ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു, ഇത് അവസാനമാണോ? ഇത് അവസാനമല്ല. ഇന്ന് മകൾ വിശ്വസിക്ക്, നിന്റെയും എന്റെയും പ്രതിസന്ധി നോക്കി പറ, ഇതെന്റെ അവസാനമല്ല. ഇതെന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറ്റാനുള്ള പടികളാണ്, തകരാനല്ല. ദൈവം വിളിച്ചത് തകർന്നു പോകാനല്ല. പൗലോസ് പറയുക, ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ ആശ അറ്റുപോയി. പക്ഷേ അറ്റുപോയ സ്ഥാനത്ത് അറ്റുപോവനെ ബലപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ദൂതനോട് ഇറങ്ങുക. ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, കൂടെ ഉള്ളവർക്ക് പൗലോസിനെ ബലപ്പെടുത്താൻ പറ്റില്ല. അവരൊരു പക്ഷേ നിരാശ വാക്കുകളാക്കാൻ പറയുന്നത്. ഇത് തിരിച്ചറിഞ്ഞ കർത്താവ്, തൻ്റെ മകനെ ഉള്ളംകത്തി വഹിക്കാമെന്ന് വാക്കുകൊടുത്ത കർത്താവ്, പ്രതിസന്ധി നടുവിൽ മിണ്ടിയില്ലെങ്കിൽ അനങ്ങിയില്ലെങ്കിൽ ഇവ തകർന്നു പോകുന്നു തിരിച്ചറിഞ്ഞ കർത്താവ്, ആ നിർണായക ഘട്ടത്തിൽ എവിടെയാണോ ആശ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത, 14 ദിവസമായി കര കാണാതെ, സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ, വളരെ ഏകാന്തമായ സാഹചര്യത്തിൽ ഏതോ കടലിന് അങ്ങേ അറ്റത്ത് അലയുന്നത്, വലയുന്നത്, തകരുന്നത് ആരും കണ്ടില്ലെങ്കിലും വിളിച്ച ദൈവം കാണാനിടയായി. ഇന്ന് പകൽ എന്നെ കാണാൻ ആരും കാണത്തില്ല, എൻ്റെ വിഷയം അറിയാൻ ആരും കാണത്തില്ല. ഒരുപക്ഷെ അവർക്കാർക്ക് മനസ്സിലാകത്തില്ല, മനസ്സിലായാലും പ്രതികരിക്കത്തില്ല. ഇന്ന് പകൽ ദൈവവൈദ്യരെ, ഞാൻ നീ എവിടെയാണെങ്കിലും എൻ്റെ ഹൃദയം അറിയുന്ന ഒരുവൻ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കണം ദൈവവൈദ്യരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രത്യാശയാണ് പൗലോസിനെ ശരീരത്തിൽ വസിക്കുമ്പോൾ അവനെ പ്രസാദിപ്പിക്കണമെന്ന് പ്രേരിപ്പിച്ചത്. 2 കൊരിന്ത്യർ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന പദമുണ്ട്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. എന്തു വലിയ കഷ്ടത്തിലാണ് പോകുന്നത്, എന്തു വലിയ പ്രതിസന്ധിയിലൂടെ പോയത്. മുമ്പ് ഷിനോ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ശരീരം തകരാനുള്ളതാ. ഇതിന് അധികം നാളുകളില്ല. നെബുക്കദ്നേസർ പറഞ്ഞതുപോലെ അന്ത്യകാലത്തൊക്കെ എത്തപ്പെട്ടിരിക്കുക. പക്ഷെ ആ പ്രതിസന്ധി നടുവിലും ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ അവനെ പ്രസാദിപ്പിക്കാൻ കാരണം എൻ്റെ ബാഹ്യമായ ശരീരത്തെ അധികം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, മറിച്ച് എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യതയെ പറ്റി പൗലോസ് ഓർത്തപ്പോൾ പറയുകയാണ്, ഇതൊന്നും എനിക്ക് വിഷയമല്ല, ഇതൊക്കെ എൻ്റെ
നിത്യതയിൽ ലഭിക്കുന്ന പ്രത്യാശയുടെ ഘനം വർദ്ധിപ്പിക്കാൻ കാരണമാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ധൈര്യം കണ്ടോ? പൗലോസിന്റെ ഉറപ്പ് കണ്ടോ? എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് നിൽക്കാൻ കാരണം, എൻ്റെ പുറമെ മനുഷ്യനെ കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ള കാരണം എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യ തേജസ്സാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പദം പൗലോസ് പല ഭാഗത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാം. ഇതേ ചാപ്റ്ററിൻ്റെ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 Corinthians chapter 2 verse 15. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. കണ്ടോ പൗലോസിന്റെ തീഷ്ണമായ ചിന്ത കണ്ടോ? ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെയിലും എന്ന് പറഞ്ഞ സമൂഹത്തിലുള്ള സകല വ്യക്തിയുടെ മുമ്പിലും ഞങ്ങളുടെ ജീവിതം ദൈവത്തിനൊരു സൗരഭ്യവാസന പകർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഇനി ഫിലിപ്പിയരുടെ ലേഖനം ഫിലിപ്പിയർ ചാപ്റ്റർ 1 verse 20 എന്ന് വായിച്ചേ. ഫിലിപ്പിയർ ചാപ്റ്റർ 1 verse 20. ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയർ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ശരീരത്തിൽ വസിച്ചാൽ അല്ല, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തിന് മഹിമ ഉണ്ടാകത്തേ ഉള്ളെന്ന്. തിരിഞ്ഞ് ചിന്തിക്കണം ദൈവമക്കളെ. കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ നടുവിലും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പറയുക, എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തെ മഹിമപ്പെടുത്തണം. ഇന്ന് പകൽ എന്തെല്ലാം സുഖ സൗകര്യങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്നത്, ഏതെല്ലാം സാഹചര്യത്തിലൂടെ പോകുന്നത്, ഈ ശരീരത്തോട് നോക്കി ഒന്ന് പറയാൻ പറ്റുമോ എൻ്റെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ജീവിതയാത്രയിൽ താൽക്കാലിക സമയമേ ഉള്ളുവെങ്കിലും എനിക്ക് ചെയ്യാനുള്ള ഒറ്റ ആഗ്രഹം എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുക, എൻ്റെ ദൈവത്തെ മഹിമപ്പെടുത്തുക, എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. കാരണം ഇതൊക്കെ താൽക്കാലികമാണ്. ഈ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒക്കെ താൽക്കാലികമാണ്. 4-ാം അധ്യായത്തിൽ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, കാണാത്തതാണ് നിത്യം. അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ, അതിനുവേണ്ടിയുള്ള വെമ്പലിലാണ് ഞാൻ. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് ഒറ്റക്കാര്യം ചെയ്യാൻ ആഗ്രഹമുള്ളൂ, എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെ ജീവിത സാഹചര്യവും നമ്മുടെ ജീവിത സാഹചര്യവും തുലനം ചെയ്തിട്ട് എനിക്ക് എത്രമാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നു എന്ന് ഒരു നിമിഷം ഞാനടക്കമൊന്ന് സ്വയശോധന ചെയ്യണം. കർത്താവിൻ്റെ വരവിൻ്റെ ആ സാധ്യതകളിലേക്ക് നമ്മൾ എത്തപ്പെട്ട് നിൽക്കുമ്പോൾ ഞാനും നിങ്ങൾ കൈവിട്ട് പോകാതിരിക്കുവാൻ, ഒരു അന്ത്യകാലത്തിലാണെന്നുള്ള ബോധ്യത്തോടെ ഇനി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ നമുക്കിടയായി തീരണം. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 6 verse 28 and 29. ദൈവത്തിന് പ്രസാദമുള്ള കാര്യം എന്തെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ വായിച്ചത്. എന്താ മറുപടി? അവനെ അയച്ചവനിൽ വിശ്വസിക്കുക. എന്താ വിശ്വസിക്കേണ്ടത്? റോമർ 10:9, റോമർ ചാപ്റ്റർ 10 verse 9. എല്ലാവർക്കും എഴുതുന്ന വാക്യങ്ങളാണ്, സുപരിചിതമായ വാക്യങ്ങളാണ് വായിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ, രക്ഷിക്കപ്പെട്ടവരെല്ലാം എന്താ വിശ്വസിക്കേണ്ടത്? യേശുവിനെ സ്വന്തം രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചവരെല്ലാം എന്താ വിശ്വസിക്കേണ്ടത്? യേശു ദൈവപുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ദൈവപുത്രനാണ്. അവൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടവനാണ്. എന്താ വിശ്വസിക്കേണ്ടത്? യേശു ദൈവപുത്രനാണ്. ഈ ദൈവപുത്രനെ മരിച്ചവരുടെ നിന്നും പിതാവായ ദൈവം ഉയർപ്പിച്ചു. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഓർക്കേണ്ടത് യേശു ദൈവപുത്രനാണ്. അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, എനിക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നു, എന്നെ ചേർക്കാൻ വേഗം വരുന്നു. അതാ വിശ്വസിക്കേണ്ടത്. നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാട് ദൈവവിശ്വാസമില്ലാത്ത സമൂഹമാണ്. ദൈവത്തോട് സ്നേഹമോ ദൈവത്തോട് ഭക്തിയുമില്ലാത്ത ഈ പശ്ചാത്തലത്തിൽ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ്. പലരോടും സംസാരിക്കുമ്പോൾ യേശുമായിട്ടുള്ള പേരുണ്ട്, യേശുമായിട്ടുള്ള ബന്ധമുണ്ട്, ക്രിസ്ത്യാനി എന്ന് പറയുന്നുണ്ട്, പക്ഷേ ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല. ഇന്ന് പകൽ ചോദ്യം എന്നോടും നിങ്ങളോടും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി കാണാം. സീനിയോറിറ്റി ജൂനിയോറിറ്റി നോക്കിയാൽ ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ ഞാൻ സീനിയർ ആയിരിക്കാം. ചോദ്യം, ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം, കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കും ഉയർപ്പുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കണം. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നെയും ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്? ഇത് താൽക്കാലിക ജീവിതയാത്രയാണ്. നാം പരദേശികളാണ്, പ്രവാസികളാണ്. നമുക്ക് നിത്യമായൊരു വാസസ്ഥലം സ്വർഗത്തൊരുക്കിയിട്ടുണ്ട്. ആ വാസസ്ഥലത്തേക്ക് പോകാൻ വെമ്പലോടെ തീരുമാനമെടുത്ത് ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിനോട് ചോദിച്ച് അവൻ്റെ കാഹളത്തിങ്കിൽ ശബ്ദം വന്നാൽ കേൾക്കാൻ എൻ്റെ കാത് കൂർപ്പിച്ചിട്ടുണ്ടോ? അതോ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച്, ലോകത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ചുള്ള ഓട്ടത്തിലാണോ ഞാൻ? തിരിഞ്ഞ് ചിന്തിക്കണം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. രക്ഷിക്കപ്പെട്ടവൾ വിശ്വസിച്ചു, പക്ഷെ ഇന്ന് വിശ്വാസമുണ്ടോ ഞാൻ സേവിക്കുന്ന കർത്താവ് ദൈവപുത്രനാണെന്ന്? അവൻ മരിച്ചവരെ ഉയർപ്പിച്ചുവെങ്കിൽ 16-ാം അധ്യായം നമ്മൾ പഠിച്ചതാ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എന്നെയും ഉയർപ്പിക്കും. ഈ ലോകത്തിലെ സ്ഥിരവാസക്കാരല്ല നാം. നമുക്കൊരു വാസം സ്വർഗത്തിലാണ്. അതിന് പോകാൻ എത്ര പേർ ഒരുങ്ങി റെഡിയായി ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നുണ്ട്? ഒരുപക്ഷെ ഞാൻ പാടുന്നുണ്ട്, ഒരുപക്ഷെ ഞാൻ ആരാധിക്കുന്നുണ്ട്, ഒരുപക്ഷെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഒരുപക്ഷെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ചോദ്യം അതല്ല. കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉറപ്പിച്ചവൻ്റെ ആത്മാവ് എന്നെയും ഉയർപ്പിക്കുമെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? പ്രതിസന്ധിയും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ജീവിതത്തെ കർത്താവിൽ നിന്ന് അകറ്റുന്നുവോ അതോ ദൈവത്തോടെ അടുപ്പിക്കുന്നുവോ? ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ പൗലോസ് പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ചോദിച്ചേ മനസ്സിനോട്, എൻ്റെ ശരീരം കൊണ്ട് ആരെയാ മഹത്വപ്പെടുത്തുന്നേ? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-17 വാക്യം ഒന്ന് വായിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 16 verse 16 and 17. കണ്ടോ? ശീമോൻ പത്രോസ് ഉണ്ടായ വെളിപ്പാട് കണ്ടോ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കണം. 2 പോയിന്റാണ് പറയുന്നത്. ഒന്ന്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു.
2, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ ക്രിസ്തു എന്നെയും ഉയർപ്പിക്കും. ഹെബ്രായർ 11:6. ഹീബ്രൂ ചാപ്റ്റർ 11 വേഴ്സ് 16. വേഴ്സ് 6. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയയില്ല. അടുത്തത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും ഇന്ന് പകൽ വിശ്വസിക്കേണ്ട 2 പോയിന്റ്. 1, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ വന്നാൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ദൈവമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നാൽ എനിക്കൊരു പ്രതിഫലം തരുന്ന കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന വാത്സല്യ ദൈവമക്കളെ, അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മുട്ടുമടക്കുന്നത് മനുഷ്യ വ്യക്തിയുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിലാ. ഞാൻ അടുത്തു വരുന്നത് എൻ്റെ സങ്കടവുമായി, വേദനയായി, എൻ്റെ വിഷയമായി കടന്നു വരുന്നത് മനുഷ്യമായ ശക്തിയുടെ മുമ്പിലല്ല, മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണെങ്കിൽ എൻ്റെ വിഷയം അതുമായി നോക്കിയാൽ വലുതല്ല. ഇന്ന് ധൈര്യപ്പെടണം. ആരാധനയെ സംബന്ധിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ, മാതാക്കളെ, പിതാക്കന്മാരെ, നാം കടന്നു പോകുന്ന സാഹചര്യത്തിൽ എനിക്കൊരു വിശ്വാസം വർദ്ധിക്കണം. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നോ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടാൽ എനിക്കൊരു മറുപടി കിട്ടുമെന്നോ ഇന്ന് പകൽ വിശ്വസിക്കണം. കാരണം മരിച്ചടക്കപ്പെട്ട യേശുവിനെ അല്ല സേവിക്കുന്നത്, മരിച്ചുയർത്തുന്ന സ്വർഗത്തിൽ പോയി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മറുപടി കിട്ടിയില്ലെങ്കിലും അവൻ മറുപടി തന്നിരിക്കും. ഇന്ന് മറുപടി കണ്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് മറുപടി തന്നിരിക്കും. അതാകട്ടെ എൻ്റെ നിങ്ങളുടെ വിശ്വാസം. പലപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമാകത്തില്ല ദൈവമക്കളെ. സാഹചര്യങ്ങൾ ഒരുപക്ഷെ പൗലോസ് പറഞ്ഞതുപോലെ നിരാശ വന്നേക്കാം. എന്നാൽ തള്ളുന്ന ദൈവമല്ല, കൈവിടുന്ന ദൈവമല്ല. യെശയ്യാ 41:10 പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ഇന്ന് പകൽ വിശ്വസിക്ക്. എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ, എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് വിഷയത്തിൻ്റെ നടുവിലോ എനിക്ക് വേണ്ടി ഒരു കൈ അനക്കുവാൻ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാൻ, എന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ലോകത്തിൽ ഒരു വ്യക്തിക്ക് തയ്യാറായില്ലെങ്കിലും എന്നെ വിളിച്ച ദൈവമുണ്ട്. അവൻ എനിക്ക് മറുപടി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതാ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 4:13 പറയുന്നത്, ഞാൻ വിശ്വസിച്ചു, അതുതന്നെ ഞാൻ സംസാരിക്കുന്നു. എന്താ വിശ്വസിച്ചത്? പ്രതിസന്ധി നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ദൂത്, പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവദൂതൻ്റെ കരം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഇന്ന് പകൽ മനസ്സിനോട് ചോദിച്ച്, ഇന്നലെ നടന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടോ? മറുപടി തന്നിട്ടുണ്ടോ? നിന്നെ വിഷയത്തിൽ കരപിടിച്ച് നടത്തിയിട്ടുണ്ടോ? ഇന്ന് വിശ്വസിക്ക്. ഇന്ന് നടത്തുവാൻ ശക്തനാണ്, ഇന്ന് വിടുവിക്കുവാൻ ശക്തനാണ്, ഇന്ന് അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്, ഇന്ന് ഓർക്കുവാൻ ശക്തനാണ്, ഇന്ന് എന്നെ കാണാൻ അവൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ എന്നെ ധൈര്യപ്പെടുത്തിയ, ഇന്നലകളിൽ എൻ്റെ പ്രാർത്ഥന കേട്ട, ഇന്നലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഇന്നലെ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ആ ദൈവം ഇന്നും മരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരും വ്യക്തിപരമായ വിഷയമാണെങ്കിലും ഏത് വിഷയത്തിന്മേലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാ ഞാനും നിങ്ങളും സേവിക്കുന്നത്, ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് പ്രതിസന്ധിയിലൂടെ പോയ പൗലോസ് പറയുന്നത്, ഞാൻ വിശ്വസിച്ചു, അത് തന്നെ ഞാൻ സംസാരിക്കുന്നു. കണ്ടോ എന്താ പറയുന്നത് അറിയാമോ? മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവൻ ഞങ്ങളെയും എന്ത് ചെയ്യുക? ഉയർപ്പിക്കും. കണ്ടോ 14-ാമത്തെ വാക്യം കണ്ടോ? കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടെ കൂടെ ഉയർപ്പിക്കും.
ഒരു ദൂതയുടെ കൈമാറ്റം ചെയ്യാൻ ദൈവമക്കളെ. എന്നും ഇങ്ങനെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നും ഇങ്ങനെ പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു ഉയർപ്പുണ്ട്, ഒരു മാറ്റമുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു ഉയർച്ചയുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. 29 സംഘത്തിൽ പറയുന്നു, യഹോവ പെരുവെള്ളത്തിന് മീതെ ശബ്ദം മുഴക്കുന്നു, പെരുവെള്ളങ്ങളുടെ മൂതെ അവൻ ഇടിമുഴക്കുന്നു. എന്തിനു വേണ്ടിയാ? 11 വാക്യത്തിൽ പറയുന്നു, തൻ്റെ ജനത്തിന് ശക്തി നൽകാൻ, തൻ്റെ ജനത്തിന് സമാധാനം നൽകാൻ. ഇന്ന് പകൽ പെരുവെള്ളം പോലെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒന്നിനു പുറകെ ഒന്നായി പ്രവാഹങ്ങൾ അടിച്ചടിച്ചുയരുന്നുണ്ടോ? പേടിക്കേണ്ട ദൈവപൈതലേ, ആ പ്രവാഹത്തിൻ്റെ നടുവിലോ നിന്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം ഇടിമുഴക്കും, അതുകൊണ്ട് ദൈവം ശബ്ദമുയർത്തു. ആ പ്രയാസങ്ങളുടെ നടുവിൽ കേൾക്കത്തക്കവണ്ണം, എൻ്റെ കാതിനെ കൂർപ്പിക്കത്തക്കവണ്ണം ദൈവം ശബ്ദമുഴക്കും. ആ ശബ്ദം എനിക്കൊരു ആശ്വാസമാണ്, ആ ശബ്ദം എനിക്കൊരു സമാധാനമാണ്, ആ ശബ്ദം എനിക്കൊരു ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആർക്ക് വേണ്ടിയാ? തൻ്റെ ജനത്തിനു വേണ്ടി. ആമേൻ. ഇന്ന് പകൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ, എനിക്ക് വേണ്ടി ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ മാനുഷ്യവാക്കുകൾ കേൾക്കാൻ കഴിയത്തില്ല. കടന്നു പോകുന്ന സാഹചര്യത്തിന് നടുവിൽ മാനുഷ്യവാക്കുകൾ ആശ്വാസം പകരത്തില്ല. പക്ഷേ യഹോവയാ ദൈവം പെരുവെള്ളത്തിന് മീതെ ശബ്ദമുയർത്തും. ആ ശബ്ദം എനിക്ക് കേൾക്കാം, ആ ശബ്ദം എനിക്ക് ശക്തി, എനിക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് അതുകൊണ്ട് പറയുന്നു, ഞാൻ വിശ്വസിച്ചു, അതുതന്നെ ഞാൻ സംസാരിക്കുന്നു. നമ്മുടെ ഈ സംസാരം അങ്ങനെ ആകട്ടെ. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്നും നടത്തും. ഇന്നലകളിൽ വിളിച്ച ദൈവം ഇന്നും വിടിപ്പിക്കൂ. ഇന്നലെ സഹായിച്ച കർത്താവ് ഇന്നും സഹായിക്കും. സാഹചര്യം പ്രതികൂലമാകട്ടെ, വിശ്വാസത്തിന് വാക്ക് പറയുവാൻ ഇന്ന് പകൽക്കാൻ നമുക്കിടയാകട്ടെ. എന്നെ വിടുവിക്കുവാൻ അവൻ ശക്തനാണ്. പക്ഷേ ഇന്ന് വിടുവിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പ്രതിസന്ധിയിലൂടെ പോകുന്നത്, ഇപ്പോഴും ക്ലേശങ്ങളുണ്ട്. എങ്കിലും വിശ്വാസത്തിന് വാക്ക് പറയാൻ നമുക്കിടയാകട്ടെ. ഇല്ല, എനിക്കൊരു ഉയർപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തത്, ഒന്ന്, എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം? ദൈവം കർത്താവ്, യേശു കർത്താവ് ദൈവപുത്രനാണ്. അവൻ മരിച്ചവരിൽ നിന്നും ഉയർക്കപ്പെട്ടവനാണ്. അത് ഞാൻ വിശ്വസിക്കണം. എനിക്കും ഒരു ഉയർപ്പുണ്ട്. 2 റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത കാര്യം ശ്രദ്ധിക്കണം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. മനുഷ്യരെല്ലാം ജീവിക്കുന്നത് ജഡശരീരത്തിലാണ്. ജഡസ്വഭാവം ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല. ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഈ ശരീരം വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ട്, ഈ ശരീരം ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഊന്നൽ കൊടുക്കുന്നതായതുകൊണ്ട്, ഈ ശരീരത്തിൽ വസിക്കുന്ന നമ്മളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ കാണും. എന്നാൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പൊ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം ജഡത്തിൻ്റെ സ്വഭാവമുണ്ട്. എന്നാൽ ജഡത്തിൽ വസിക്കുന്ന ദൈവമക്കൾ, കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വ്യക്തികൾ, സ്നാനത്തോടുകൂടി കർത്താവിനോട് ചേർന്നിരിക്കുന്ന വ്യക്തികൾ, അവൻ്റെ ചിന്ത ഈ ലോകത്തിലെ ചിന്തയല്ല, ഉയരത്തിലെ ചിന്തയാകണം. അങ്ങനെ ഉയരത്തിലെ ചിന്തിക്കുന്ന വ്യക്തിയോട് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് 3-ാം അധ്യായത്തിൽ പറയുന്നത്, ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരവിപ്പിക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തി എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പക്ഷെ ഈ പ്രവൃത്തി വെച്ചുകൊണ്ട് പാടിയതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ആരാധിച്ചതുകൊണ്ടോ വർഷിപ്പ് നടത്തിയതുകൊണ്ടോ സ്വർഗത്തിൽ പോകില്ല. എന്ത് ചെയ്യണം? നമ്മളിലുള്ള ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാം മരപ്പിക്കാൻ തയ്യാറാകണം. 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരവിപ്പിക്കണം. 8-ാമത്തെ വാക്യത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടുകളയണം. 9-ാമത്തെ വാക്യത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളയണം. 10-ാമത്തെ വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെ ധരിക്കാനിടയാകണം.
1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കണം. ജഡത്തിൽ വസിക്കുന്നത് ജഡത്തിന്റെ ഇഷ്ടത്തിന് പോകാനും ജഡത്തിന്റെ സന്തോഷത്തിന് വഴങ്ങാനുമല്ല ഒരു ദൈവപൈതലെ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്. ജഡമുണ്ട്, ജഡപ്രവൃത്തിയുമുണ്ട്. പക്ഷേ അതിനെ മരിപ്പിക്കുവാൻ നാം തയ്യാറായില്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ ഞാൻ എത്ര പ്രസംഗിച്ചാലും, ഞാൻ എത്ര ആരാധിച്ചാലും, ഞാൻ എത്ര വർഷിപ്പ് നടത്തിയാലും ദൈവരാജ്യത്തിൽ ഞാൻ പ്രവേശിക്കുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആത്മാവിൻ്റെ സ്വഭാവം ഉള്ളവരായി ജീവിപ്പാൻ നമുക്കിടയാകണം. റോമർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളാക്കി സമർപ്പിക്കപ്പെടണം. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കപ്പെടണം. 12-ാമത്തെ വാക്യം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തെ ജീവനും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദമാകത്തുള്ളൂ. ഞാൻ പ്രസംഗിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ പ്രസംഗിക്കുന്ന ചിലപ്പോൾ മാർക്കിടാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കാം. എന്നാൽ അതല്ല കാര്യം. എന്നെ കാണുന്നൊരു കർത്താവുണ്ട്, എൻ്റെ ഹൃദയം കാണുന്ന ദൈവമുണ്ട്. ആ ഹൃദയത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് ഉരിഞ്ഞു കളയണം, അതിനെ നീക്കിക്കളയണം, അതിനെ മരവിപ്പിക്കണം. ആത്മാവിൻ്റെ ഫലത്താൽ ഞാൻ ധരിക്കപ്പെടണം. എന്നാലേ ദൈവത്തിനത് പ്രസാദകരമാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് സമയം പോകുന്നല്ലോ. ആ വാക്യത്തിൽ ഇവിടെ പറയുന്നത് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. പിന്നെ അടുത്ത വാക്യത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അംഗം പെടുന്നവൻ സകലത്തിലും എന്ത് ചെയ്യണം? വർജനമാചരിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം. അന്ത്യകാലത്തേക്ക് എത്തപ്പെട്ടിരിക്കുക. ആ കർത്താവിൻ്റെ വരവിൽ കൈവിട്ട് പോകാതിരിക്കണമെങ്കിൽ നാം ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും, സൺഡേ മാത്രമല്ല, വെള്ളിയാഴ്ച മാത്രമല്ല, മീറ്റിങ്ങുള്ളപ്പോൾ മാത്രമല്ല, ഏത് സമയത്തും വേർപാട് അനുഷ്ഠിച്ച് ജഡത്തെ മരയിപ്പിച്ച് ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ കാഹളത്തിങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 1-3 വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇന്ന് പകൽ ശുദ്ധീകരണത്തിനായി ഒരു നിമിഷം സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവിൻ്റെ ആ ജീവിത യാത്രയിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടെങ്കിലും പൗലോസ് ഇതിനെയെല്ലാം അതിജീവിച്ചിട്ട്, ഇതിനെയെല്ലാം മാറ്റിവെച്ചിട്ട് പൗലോസ് കർത്താവിൻ്റെ വേലയിൽ വ്യാകുലനാകുകയാണ്. 1-2 കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ദൈവത്തെ പ്രസാദിപ്പിച്ചുള്ള അനുഗ്രഹം എന്തല്ലാമോ? യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ജോൺ ചാപ്റ്റർ 8:29 പറയുന്നത് അവൻ നിന്നെ ഏകനായി വിടുകയില്ല. അവൻ നിന്നെ ഏകനായി വിടുകയില്ല. ഒരുപക്ഷെ നീ ഒറ്റയ്ക്കെന്ന് തോന്നിയാലോ, നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഒറ്റ എക്സാമ്പിൾ പറയാം. യോസഫ് കണ്ട സ്വപ്ന നിമിത്തം സഹോദരന്മാർ യോസഫിനെ തള്ളിക്കളഞ്ഞു. പൊട്ടക്കഴറ്റിലേക്ക് ഒറ്റയ്ക്കാണ് യോസഫ് പോയതെങ്കിലും 39-ാമത് ഉൽപ്പത്തി പുസ്തകം 39 പറയുന്നത് യഹോവ എല്ലായ്പ്പോഴും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഏകരായ ദൈവത്തെ സേവിക്കുന്ന ആരെങ്കിലും, ഏകരായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലോ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുവെങ്കിൽ, ഈ മെസ്സേജ് കേൾക്കുന്നുവെങ്കിൽ അവരോട് ദൈവത്തിൽ കൈമാറ്റം ചെയ്യുന്നത് നീ ഏകനല്ല, നിന്നെ ഏകനായി വിടത്തില്ല, ഞാൻ നിന്നോട് എല്ലാ നാളും കൂടെയുണ്ട്. യെശയ്യാ 41:8 പറയുന്നത് അപ്പോൾ ഇപ്പോഴോ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, ഞാൻ നിന്നെ നിരസിച്ച് കളയത്തില്ല. ഈ ലോകം നിരസിക്കുന്ന കാലത്താണ് നാം ആയിരിക്കുന്നത്. പണത്തിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, കളറിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, കുലത്തിൻ്റെ പേരിൽ തള്ളിക്കളയുന്ന സമൂഹത്ത് ഇന്ന് പകൽ ഓർക്കണം, ഞാൻ ഏകനല്ല, എന്നെ തള്ളിക്കളയത്തുമില്ല. ഇന്ന് പകൽ വിശ്വസിക്ക്, എന്നെ അവൻ നിരസിച്ച് കളയത്തില്ല. ജോബിൻ്റെ ജീവിതം ശ്രദ്ധിച്ച്, ഭാര്യ തള്ളിക്കളഞ്ഞു, കൂട്ടുകാർ തള്ളിക്കളഞ്ഞു, പക്ഷേ ദൈവം അവനെ കൈവിട്ടില്ല. 1 യോഹന്നാൻ 3:22 ഞാൻ എല്ലായ്പ്പോഴും പ്രസാദമുള്ള ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും.
ഇന്ന് പകൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഇന്ന് കിട്ടിയില്ലെങ്കിലും ഇന്നല്ല നാളെ എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട്. ദാനിയേലിൻ്റെ ജീവിതം വിശുദ്ധിക്ക് വേണ്ടി നിന്ന ദാനിയേലിനെ രാജാവ് സിംഹത്തിന് കുഴിയിലേക്ക് ഇട്ടു. ദാനിയേൽ വിചാരിച്ചു തീർന്നെന്ന്, അസ്തമിച്ചെന്ന്. പക്ഷേ ദാനിയേൽ പറഞ്ഞ പദമുണ്ട്, എൻ്റെ ദൈവം സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. ചില സമയത്ത് സിംഹത്തിൻ്റെ വാ പോലെ കീറിക്കളയുന്ന, തകർക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന വിഷയങ്ങൾ കടന്നു വന്നാലും എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട്. ദാനിയേൽ സിംഹക്കുഴി വീണോ സിംഹത്തിന് കൊണ്ടോ സിംഹം ഉണ്ടായിരുന്നു. പക്ഷെ സിംഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചില പ്രതിസന്ധിയിലൂടെ പോയെന്ന് വന്നേക്കാം, ചില പ്രതികൂലങ്ങളിൽ പോയെന്ന് വന്നേക്കാം. 23 സങ്കീർത്തനം കുഴിയിൽ താഴെ കൂടി പോയേണ്ടി വന്നേക്കാം. ഒരനർത്ഥവും ഭവിക്കാതെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. യോഹന്നാൻ 3:36 പറയുന്നു, അവൻ വിശ്വസിക്കുന്നവൻ ലഭിക്കുന്ന നിത്യജീവൻ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് എനിക്കൊരു നിത്യജീവനുണ്ട്, എനിക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തിട്ടുണ്ട്. എബ്രായർ 11:6 ആ വാക്യം ഒന്ന് വായിച്ചു. എബ്രായർ 11:6. ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 6. അല്ല, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ഇന്നു പകൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന മുമ്പ് മനസ്സിനോട് പറയണം, എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു പ്രതിഫലമുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. കുറിവാക്യത്തിലേക്ക് വരാം, നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. എല്ലാ കഥാസ്ഥാനത്തെ നിൽക്കാമല്ലോ.